അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. അസ്മത്കുലേശ്വരം ദേവം അസ്മച്ഛത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഗുരുതി മഹോത്സവം നടക്കാൻ പോവുകയാണ്. വൃശ്ചികമാസം 1-ാം തീയതി ആരംഭിച്ച് മകരമാസം 5-ാം തീയതി രാത്രി കൊണ്ട് അവസാനിക്കുന്ന 65 ദിവസം ദൈർഘ്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ജനുവരി മാസം 19-ാം തീയതി മകരമാസം 5-ാം തീയതി വൈകുന്നേരമാണ് ഭക്തജനങ്ങൾ അത്യാകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന മഹാഗുരുതി മാളികപ്പുറത്ത് നടക്കാൻ പോകുന്നത്. നമ്മളതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശബരിമലയിലെ ഏറ്റവും അവസാനത്തെ വൈദിക ചടങ്ങ് ഈ ഗുരുതിയാണ് എന്നറിയണം. ഈ ഗുരുതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മമല്ല, താമസ വിധിപ്രകാരമുള്ള കർമ്മമാണ്. കാരണം മാളികപ്പുറത്തെ നട അടച്ചതിന് ശേഷമാണ് ഗുരുതി ചടങ്ങുകൾ നടക്കുന്നത്. 9 വലിയ പാത്രങ്ങളിൽ, പാത്രം എന്നുദ്ദേശിക്കുന്നത് വാർപ്പുകളിൽ, ഒരു പാത്രത്തിൽ നിറയെ നിണവും മറ്റ് 8 പാത്രങ്ങളിൽ തയ്യാറാക്കുന്ന ആ ജലത്തിന് മുൻതൂക്കമുള്ള വസ്തുവിന് ഒന്നുകിൽ നിണമാണെങ്കിൽ മറ്റ് 8 പാത്രങ്ങളിൽ തയ്യാറാക്കുന്ന സാധനത്തിൻ്റെ പേര് അരത്തം എന്നാണ്. ഈ അരത്തവും നിണവും തർപ്പിക്കുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ അവിടെ ഏകദേശം 5000-ഓളം ആളുകൾ കൂടാറുണ്ട്. ശബരിമലയിലെ അവസാനത്തെ ചടങ്ങ് അതാണ്. ഏതാണ്ട് 11:30 മണിയോടുകൂടി അവസാനിക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞാൽ 20-ാം തീയതി രാവിലെ തൊട്ട് പിറ്റേ ദിവസം ആദ്യത്തെ സാധാരണ നിലയിലുള്ള ഗണപതി ഹോമത്തിന് ശേഷം നട തുറക്കും. സന്നിധാനത്തെ നട തുറക്കുമെങ്കിലും സന്നിധാനത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. പന്തളത്ത് രാജന് മാത്രം, അഥവാ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ.
ആ പ്രവേശനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോടൊപ്പം വരുന്ന സിൽബന്ധികൾക്കും രാജാവിന്റെ ദർശനത്തിന് ശേഷം, പന്തളത്തരജന്റെ എന്ന് സങ്കല്പിക്കപ്പെടുന്ന ആ ദർശനത്തിന് ശേഷം അവിടുന്ന് വന്നവർക്കും ദർശനം അരുളി ചെയ്യും. അതിനുശേഷമാണ് ശബരിമലയിലെ കണക്ക് നോക്കി മിച്ചമുള്ള പണം എന്ന നിലയിൽ ഒരു കിഴിപ്പണം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി രാജാവിന് സമർപ്പിക്കുകയും അദ്ദേഹം അടുത്ത ഒരു വർഷത്തെ ചെലവിന് എന്നുള്ള സങ്കല്പത്തിൽ മറ്റൊരു പണക്കിഴി മേൽശാന്തിയെ ഏൽപ്പിക്കുകയും ചെയ്യും. മേൽശാന്തിയും ദേവസ്വം ബോർഡ് പ്രതിനിധികളും ചേർന്ന് ഇത് സ്വീകരിച്ച് താക്കോല് മേൽശാന്തി രാജപ്രതിനിധിക്ക് നൽകും. അടുത്ത ഒരു വർഷം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിർദ്ദേശം നൽകിക്കൊണ്ട് രാജപ്രതിനിധി ക്ഷേത്രത്തിന്റെ താക്കോൽ മേൽശാന്തിയെ തിരിച്ചേൽപ്പിക്കും. ആ സംഭവത്തോടുകൂടി ശബരിമലയിലെ പരിപൂർണമായും ആ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ പൂർണ്ണമായും അവസാനിക്കുകയാണ്. ഇവിടെ നമുക്ക് 19-ാം തീയതിയോട് ബന്ധപ്പെട്ടിക്കൊണ്ട് കഴിഞ്ഞ ഒരു 7 വർഷം 8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇത്തരുണത്തിൽ അറിയേണ്ടതായുണ്ട്. ശബരിമലയിലെ സേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് തലേ ദിവസം വരെ ഭക്തകോടികൾ വന്നിരുന്ന എരുമേലി ഉൾപ്പെടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന എരുമേലി ക്ഷേത്ര പരിസരങ്ങളും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സ്ഥലവും മൊത്തം കൃത്യമായി ശുചീകരിക്കുന്ന ഒരു നടപടിക്രമം സ്വച്ഛ് ശബരിമല എന്നാണ് അതിന് നാമധേയം നൽകിയിട്ടുള്ളത്. ആ സ്വച്ഛ് ശബരിമല 19-ാം തീയതി രാവിലെ ഒരുമിച്ച് കൂടുന്ന ഏതാണ്ട് 2000 മുതൽ 3000 വരെ ആളുകൾ, സ്വാമി ഭക്തർ എരുമേലി ക്ഷേത്രത്തിലാണ് ഒരുമിച്ച് കൂടുന്നത്. ഒരുമിച്ച് കൂടി അവിടെ ശുചീകരണത്തിന് ശേഷം ഉച്ചഭക്ഷണം എരുമേലിയിൽ നിന്ന് കഴിച്ചു നേരെ പമ്പയിലേക്കാണ് എത്തിച്ചേരുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ അവർ കയറിപ്പോകുന്ന നീലിമല മുതലുള്ള മുഴുവൻ പ്രദേശങ്ങളും വൃത്തിയാക്കാനും ശുചീകരിക്കാനും കഴിയുന്നത്ര ശുചീകരിച്ച് ഏതാണ്ട് 4 മണിയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരുന്നു. തുടർന്നുള്ള 2.5 മണിക്കൂർ ഈ 2000-ലേറെ ആളുകൾ ശബരിമലയും സന്നിധാനവും അതിനോട് അനുബന്ധമായ പ്രദേശങ്ങളും ശുചീകരിക്കുക എന്നുള്ള ആ കർത്തവ്യം പൂർത്തിയാക്കുന്നു. ദേവസ്വം ബോർഡ്, പോലീസ്, ഫയർഫോഴ്സ്, ഹെൽത്ത്, ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം പൂർണ്ണമായിട്ടും ഈ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നു. അതിനോട് അനുബന്ധമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ മാന്യ ഭക്തജനങ്ങൾ ദർശിച്ചിട്ടുള്ളതാണ്, തിരുവാഭരണം സന്നിധാനത്തേക്ക് വരുമ്പോൾ പന്തളം മുതലുള്ള ഘോഷം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ തിരിച്ചു പോകുമ്പോൾ, അതായത് സന്നിധാനത്ത് നിന്ന് 19-ാം തീയതി തിരുവാഭരണം തിരിച്ചു പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതിന് അകമ്പടി സേവിക്കാനോ വന്ന പോലീസുകാരൊഴികെ ബാക്കി ആരും ഉണ്ടാവാറില്ല. ഭക്തജനങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്നു, അഥവാ അവരതിൽ പങ്കെടുക്കുന്നില്ല. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് സന്നിധാനത്ത് നിന്നും 18-ാം പടി ഇറങ്ങി വരുന്ന തിരുവാഭരണത്തിന് നെയ്വിളക്കും കർപ്പൂരാഴിയും കൊടുത്ത് സ്വീകരിച്ച് നീലിമല ഇറക്കി പമ്പയിൽ വരെ അനുധാവനം ചെയ്യുന്നതും ഈ ശുചീകരണത്തിന് വേണ്ടി എത്തുന്ന ആ സംഘടന തന്നെയാണ്. അതിൻ്റെ പേരാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം. അതിൻ്റെ പ്രവർത്തകരാണ് ഈ ശുചീകരണം മുഴുവനും നടത്തുന്നത്. ഇതിനോടനുബന്ധമായി മറ്റൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, അടുത്ത ഒരു വർഷത്തേക്ക് അവിടെ വേണ്ടുന്നതെല്ലാം ചെയ്യാൻ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ മേൽശാന്തിയുടെ അടുത്ത് അടുത്ത മലയാള മാസം സംക്രാന്തിക്ക് നട തുറക്കണമെന്നും അതെല്ലാ മാസത്തിലും ആവർത്തിക്കണമെന്നുള്ള കാര്യവും കൂടി വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടനം ഓരോ വർഷവും ആളെണ്ണം കുറയുന്നു എന്ന് മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, കലിയുഗവരതനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ സവിധത്തിലേക്ക് ഓടിയെത്തുന്ന ഭക്തജനങ്ങൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അയ്യപ്പന്റെ മാസ്മരികമായിട്ടുള്ള ആകർഷണ വലയത്തിലേക്ക്
ഭക്തകോടികൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്നത് മകരം 5-ാം തീയതി എന്ന് വ്യക്തമാക്കി. പക്ഷെ അതിനു മുമ്പ് മകരവിളക്ക് എന്ന് പറയുന്നത് 5 ദിവസം മുമ്പാണ്. ധനു 30-നാണ്. ധനു 30-ന് നടക്കുന്ന ഈ മകര സംക്രമോത്സവത്തിന്റെ തൊട്ടു പിറ്റേന്ന് മുതൽ നമ്മുടെ അയ്യപ്പ സന്നിധിയിൽ എത്തിയത് ഭക്തലക്ഷങ്ങളാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്ന ആ മഹത്തായ സ്നാനഘട്ടത്തിൽ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവസം എത്തിച്ചേരുന്നത് 1 കോടി ആളുകളാണ്, ഏറ്റവും ചുരുങ്ങിയത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരിടത്തുള്ളത് ഉത്തരേന്ത്യയിലുള്ളത് സ്നാനഘട്ടമാണ്, അവിടുത്തെ കുളിക്കാണ് പ്രധാനം, സ്നാനത്തിനാണ് പ്രാധാന്യം. മറിച്ച് തെക്കേ ഇന്ത്യയിൽ നമ്മുടെ ശബരിമലയിലാവട്ടെ ഭഗവത് ദർശനത്തിനാണ് പ്രാധാന്യം. ഒരിടത്ത് ദർശനം, ഒരിടത്ത് സ്നാനം. ഇത് രണ്ടും കൂടി മനസ്സിലാക്കാൻ തയ്യാറായാൽ നമുക്ക് ഭാരതം എന്ന് പറയുന്ന ഈ വലിയ തീർത്ഥ സ്നാനഘട്ടത്തെ അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറായാൽ ഭാരതം എന്ന് പറയുന്നത് അമ്മയാണെന്നും ദേവീ ചൈതന്യമാണെന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ലോകത്തിൽ ഏതെങ്കിലും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ദേവീ സങ്കല്പത്തിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതാംബയെക്കുറിച്ച് മാത്രമാണ് എന്നതും അറിയുക. ലോകത്തിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം പിതൃരാഷ്ട്രം എന്ന് പറയുമ്പോൾ, ഫാദർ നേഷൻ എന്ന് പറയുമ്പോൾ, ഭാരതത്തെ നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും മാതൃഭൂമി അഥവാ അമ്മ എന്ന സങ്കല്പത്തിലാണ് എന്ന കാര്യം ഓർമ്മിക്കുക. അങ്ങനെയുള്ള അമ്മ, ആ അമ്മയിൽ ഇപ്പോൾ ഈ 2025-ൽ അതിൻ്റെ പ്രത്യേക പ്രാധാന്യം കൂടി വിശദീകരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയുടെ 12ാമത് തവണയാണ് ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേള. അരക്കുംഭമേളയുണ്ട്, കാൽ കുംഭമേളയുണ്ട്, 3 വർഷത്തിലൊരിക്കലുണ്ട്, 6 വർഷത്തിലൊരിക്കലുണ്ട്. പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. പക്ഷേ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന 12 കുംഭമേളകൾ കഴിയുമ്പോൾ പിന്നെ വരുന്ന 13ാമത് കുംഭമേള എന്ന് പറയുന്നത് മഹാകുംഭമേളയാണ്. 2025-ൽ നടക്കുന്ന ഇപ്പോഴത്തെ കുംഭമേള മഹാകുംഭമേളയാണ്. പക്ഷേ അടുത്തു വരാൻ പോകുന്ന കുംഭമേള എന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 144 വർഷത്തിന് ശേഷമാണ് അടുത്ത കുംഭമേള വരേണ്ടുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ നോക്കാൻ തയ്യാറാവുമ്പോൾ, മനസ്സിലാക്കാൻ തയ്യാറാവുമ്പോൾ 2169-ലാണ്. ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് പോലും 2169 വരെ ജീവിച്ചിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഒരിടത്ത് ദർശന സൗഭാഗ്യമാണെങ്കിൽ മറുവശത്ത് സ്നാന സൗഭാഗ്യമാണ്. ആ തരത്തിലുള്ള ഭാരതത്തിലെ 2 പ്രധാനപ്പെട്ട തീർത്ഥാടന പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരണം ഏവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ 65 ദിവസം നിങ്ങളുടെ മുമ്പിൽ അയ്യപ്പൻ്റെ കഥകളും ശബരിമലയുടെ പൂർവ്വചരിത്രവും ശബരിമലയുടെ വിശ്വാസങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ആ സമർപ്പിച്ചത് ഏവർക്കും വളരെ ഹൃദയപരം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ ഇതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ നിങ്ങൾക്കേവർക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും എന്നെ ശ്രവിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ 65 ദിവസം നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കി സമർപ്പിച്ച മുഴുവൻ എപ്പിസോഡുകളും ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയും ഇതിന് തയ്യാറായ
ഇതിൻ്റെ സംഘാടകർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശാന്തി മന്ത്രത്തോടെ ഇവിടെ ഇപ്പോൾ പൂർത്തിയാക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ശാന്തി മന്ത്രം കൂടി ജപിച്ച് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ പറഞ്ഞതിലോ നിങ്ങൾ ധരിച്ചതിലോ ഏതെങ്കിലും സംശയാസ്പദമായ ഭാഗമോ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഭാഗമോ ഉണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട. ശരിയായത് പൂർണ്ണ ബോധ്യത്തോടുകൂടി എനിക്ക് ഉറപ്പുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുള്ള ഭാഗം ഞാൻ തിരിച്ചെടുക്കുന്നു. ആയത് മുഴുവൻ ഈ ലോകത്തിൻ്റെ സർവ കാര്യങ്ങൾക്കും ചലനാത്മകമായ ഭാഗങ്ങൾക്കും കാരണഭൂതനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീഭൂതനാഥേതി സമർപ്പയാമി. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.